സംഘട്ടനങ്ങളുടെയും ചോരപ്പുഴയുടെയും പ്രവാഹം. മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയതിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ചിത്രമാണ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രം. എ സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. കുടുംബ പ്രേക്ഷകരെയോ കുട്ടികളെയോ ലക്ഷ്യമിടുന്നതല്ല ഈ പടമെന്ന് ഉണ്ണി മുകുന്ദൻ ഒരാളുടെ തല വെട്ടിക്കൊണ്ട് പുറത്തുവരുന്ന ആദ്യ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. നിങ്ങൾക്ക് ഇത്തരം ആക്ഷൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ചിത്രത്തിന്റെ അണിയറ ശില്പികൾക്ക് തങ്ങൾ ഏത് തരം പ്രേക്ഷകരെയാണോ ലക്ഷ്യമിട്ടത് അവരോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് വരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്ന് നിസ്സംശയം പറയാം. പ്രതികാരത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ലോകത്തേക്കാണ് കാഴ്ചക്കാരെ ഹനീഫ് അദേനി തുടക്കം മുതൽ തന്നെ കൊണ്ടുപോകുന്നത്. ഓരോ സീൻ കഴിയുമ്പോഴും ഇതിലും വലിയ വയലൻസ് ഒന്നും ഇനി വരാൻ പോകില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വയലന്റായ സീനുകൾ നൽകുന്നതായിരുന്നു മാർക്കോയുടെ തിയേറ്റർ അനുഭവം. ഇതിലെ പല രീതിയിലുള്ള കൊലകൾ കണ്ടാൽ തല പെരുത്തു പോകും. ആസിഡിൽ മുക്കിക്കൊല്ലുന്നു, കൈവെട്ടി സ്യൂട്ട്കേസിൽ അയക്കുന്നു, തല വെട്ടിയെടുക്കുന്നു, കത്തികൊണ്ട് ശരീരം മുഴുവൻ കീറി കെട്ടിത്തൂക്കുന്നു, വായ വലിച്ചു കീറി പൊട്ടിച്ചു കൊല്ലുന്നു, ഗർഭിണിയുടെ വയറിന് ചവിട്ടി കുട്ടിയെ വലിച്ചെടുക്കുന്നു. അങ്ങനെ പോകുന്നു വിവിധ തരം വധം. കുത്തിക്കീറി കുടൽമാല പിളർക്കുന്നതാണ് നാം സാധാരണ കേട്ടിട്ടുള്ളത്. ഇവിടെ ഹൃദയം പിഴുതെടുക്കുന്ന ഭീകര രംഗങ്ങൾ വരെയുണ്ട്. ഉണ്ണി മുകുന്ദന്റെ ഇമേജ് ബ്രേക്കിംഗ് മൂവിയാണ് ഈ ചിത്രം. മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റിനു ശേഷം സൽഗുണ സമ്പന്നനായ ദൈവിക ഭാവമുള്ള നായകൻ എന്ന ഇമേജിൽ നിന്ന് കുതിറിച്ചാടി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്ന ഒരു നടനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഉണ്ണി കായികമായും മാനസികമായും ശരിക്കും അധ്വാനിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ചുരുട്ട് വലിച്ചുകൊണ്ടുള്ള മാർക്കോയുടെ എൻട്രിയിൽ തന്നെയുണ്ട് വല്ലാത്തൊരു സൗന്ദര്യം. നടൻ ജഗദീഷും ഞെട്ടിച്ചു. തന്റെ കരിയറിൽ ജഗദീഷ് എന്ന നടൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് ടോണി എന്ന വില്ലൻ. സമീപകാലത്തായി തനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ജഗദീഷ് മാർക്കോയിലും പിന്തുടർന്നിട്ടുണ്ട്. ഗോൾഡ് സിൻഡിക്കേറ്റ് അംഗമായ പ്രതിനായക വേഷം ഈ നടൻ ഗംഭീരമാക്കുന്നുണ്ട്. പതിവ് പോലെ മികച്ചു നിൽക്കുന്നതാണ് സിദ്ദിഖിന്റെ റോളും. ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത ആരും മോശമാക്കിയിട്ടില്ല. ഒരു മികച്ച തിയേറ്റർ അനുഭവം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും.